എത്ര അനുഗ്രഹങ്ങളാണ് ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ട്? എത്ര അനുഗ്രഹങ്ങൾ, എത്ര ഓർമ്മപ്പെടുത്തലുകൾ, എത്ര സന്തോഷങ്ങൾ ജീവിതത്തിലൂടെ മിന്നി പറഞ്ഞു പോകുന്നുണ്ട് ഓരോ ദിവസവും. അങ്ങനത്തെ എൻ്റെ ജീവിതത്തിലെ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കുഞ്ഞു കഥ, ഒരു ദിവസം നടന്ന ഒരു കുഞ്ഞു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വെക്കേഷൻ സമയം ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സാദിക്കും അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ചേർന്ന് കക്കയം ഒരു യാത്ര പോയി. കക്കയം ഡാമൊക്കെ കേടുന്നു ഒരു യാത്ര പോയ സമയത്ത് കാറിലായിരുന്നു യാത്ര ചെയ്തതിന് പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മൊബൈൽ ചാർജർ എടുക്കാൻ മറന്നിട്ടുണ്ട്. അന്ന് വലിയ ഫോണൊന്നുമല്ല, ഒരു കുഞ്ഞ് ആൻഡ്രോയിഡ് ഫോണാണ് കയ്യിൽ. ചാർജർ കയ്യിലില്ല. ചാർജ് ആണെങ്കിൽ അതിൽ വളരെ കുറവാണ്. അങ്ങനെ കക്കയത്തേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ കാറ് നിർത്തി. ഞാൻ പേഴ്സ് വല്ലാതെ ഉപയോഗിക്കാത്തതാണ്. പേഴ്സ് എൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് എടുത്ത് കടയിൽ പോയി ചാർജർ ചെക്ക് ചെയ്തു. അങ്ങനെ ചാർജർ എനിക്ക് പറ്റിയൊരു ചാർജർ അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് ചാർജർ വാങ്ങാതെ ഞാൻ മടങ്ങി കാറിൽ കയറി കക്കയത്തേക്ക് യാത്രയായി. അങ്ങനെ ഞങ്ങൾ കക്കയം ഡാമിലെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്ന് ആസ്വദിച്ച് സന്തോഷിച്ച് ഏകദേശം വൈകിട്ടൊരു 7 മണിയോടെ അടുത്ത സമയത്ത് കാപ്പാട് ബീച്ചിലെത്തിയ സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. നിങ്ങളുടെ പേഴ്സ് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വന്ന് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ആദ്യം രാവിലെ കയറിയ കക്കയം ഡാമിന്റെ ആ ചുരത്തിന്റെ താഴെയുള്ള മൊബൈൽ ഷോപ്പിന്റെ ഉടമയാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോഴേക്ക് ഞാൻ ഒരുപാട് കിലോമീറ്ററുകൾ അകലെ താണ്ടി കോഴിക്കോട് എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. കാപ്പാട് ബീച്ചിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവിടെ പോയി അന്നാ ദിവസം അത് വാങ്ങിക്കാനുള്ള പോസിബിൾ അല്ല. കുറച്ച് കാശുണ്ടായിരുന്നു, എൻ്റെ ATM കാർഡുകളും എൻ്റെ ലൈസൻസും ഒക്കെ ഉണ്ട്. ഇനി എങ്ങനെ ഞാൻ ആ പേഴ്സ് അവിടെ പോയിട്ട് എടുക്കുമെന്നായി എൻ്റെ അടുത്തൊരു വേവലാണ്. ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ കക്കയം ഡാമിൽ ഇങ്ങനെ നിന്ന സമയത്ത് അവിടെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, ഷംന എന്ന് പറയുന്നൊരു കുട്ടി അന്ന് അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ നേരെ അവളുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു. ഷംന, നീ അവിടെ നിന്ന് പോന്നോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിന്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കൂ. ബ്രദർ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ പേഴ്സ് ഇങ്ങനെ ഷോപ്പിൽ നഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് പറ്റുകയാണെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഷംന ചേട്ടൻ പറഞ്ഞു ചുരത്തിൽ നല്ല ബ്ലോക്കാണ്, കാരണം ഇറങ്ങി വരാൻ കഴിയില്ല, നിങ്ങൾ ആ കടക്കാരോടൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇന്നോവയുടെ നമ്പർ ഇതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കൊണ്ടുതരൂ എന്ന് പറഞ്ഞിട്ട് ആ ഫാൻസി നമ്പർ എനിക്ക് പറഞ്ഞു തരാം. ഒരു ഫാൻസി നമ്പറാണ്. അപ്പം ഞാൻ മറന്നുപോയി, 4 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. അങ്ങനെ കടക്കാരൻ നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ആ കടക്കാരൻ ആ പേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഷംനന്റെ ബ്രദറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എനിക്കെന്നാലും ഭയങ്കര സന്തോഷമായി. എന്റെ കളഞ്ഞുപോയ പേഴ്സ് കടക്കാരൻ തിരിച്ച് തരാൻ കാണിച്ച വലിയൊരു മനസ്സ്, അത് ഷംനയ്ക്ക് എടുക്കാൻ കഴിഞ്ഞ ആ ഒരു മനസ്സ് ഒക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്റെ മനസ്സിൽ അലയടിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെ എന്റെ നമ്പർ ആ കടക്കാരന് കിട്ടി? എന്റെ പേഴ്സിൽ ATM കാർഡ് ഉണ്ട്, കുറച്ചധികം കാശുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ നമ്പർ ഒരു കാരണവശാലും ആ പേഴ്സിൽ നിന്നും അയാൾക്ക് കിട്ടാൻ വഴിയില്ല. എന്നെ ഭയങ്കരമായിട്ടും കുഴപ്പിച്ചു ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പേഴ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ നിന്നും രാത്രി ആ ഭാഗത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വീട്ടിലേക്ക് മടങ്ങി ഇങ്ങനെ വന്ന് ഏകദേശം യൂണിവേഴ്സിറ്റി ഭാഗത്തെത്തിയപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് കുറച്ചും കൂടിയാണ് ദൂരം. അപ്പോൾ ആ ഭാഗത്തെത്തിയ സമയത്താണ് എൻ്റെ കാറിൻ്റെ തൊട്ട് മുൻപിൽ ഒരു ഇന്നോവ കാർ. നേരത്തെ ഷംനന്റെ കാക്ക പറഞ്ഞ ആ നമ്പറായിരുന്നു അത്. ഞാൻ ഉടനെ ഷംനന്റെ കാക്കയെ ഡയൽ ചെയ്യുന്നു. ഞാൻ തൊട്ട് ബാക്കിലുണ്ട്, നിങ്ങൾ ചേളാരി ഒന്ന് സൈഡാക്കണം വണ്ടി എന്ന് പറയുന്നു. ദെൻ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ആ പേഴ്സ് കൈപ്പറ്റുന്നു. അങ്ങനെ ആ പേഴ്സുമായിട്ട് ഞാൻ എൻ്റെ കാറിലെത്തി ഉടനെ പിന്നെ എൻ്റെ കൗതുകം, ആ പേഴ്സിൽ നിന്നും എൻ്റെ നമ്പർ എങ്ങനെ അയാൾക്ക് കിട്ടി, അത് അയാളുള്ളൊരു കൗതുകമായിരുന്നു. ഞാൻ ഉടനെ എൻ്റെ പേഴ്സൊക്കെ ചിക്കിത്തെരഞ്ഞ് നോക്കിയ സമയത്താണ് ശ്രദ്ധയിൽപ്പെടുന്നത്, അതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുൻപ്, നമ്മുടെ കക്കയം ഡാമിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ എൻ്റെ ഒരു പ്രിയ വിദ്യാർത്ഥിനി ജബിൻ സിത്താര അവളുടെ വീട്ടിൽ അവളുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷന് പോയത്. ആ സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു. എൻ്റെ നാട്ടിലെ GDS ഹൈപ്പർ മാർട്ടിൽ നിന്നും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു. തിരക്ക് പിടിച്ച സമയത്തായിരുന്നു ഞാൻ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ തിരക്കിനിടയിൽ ഞാൻ എന്ത് ചെയ്യാൻ മറന്നു,
നമ്മുടെ ഒരു സമ്മാന കൂപ്പൺ പരിപാടി ഉണ്ടായിരുന്നു. ആ സമ്മാന കൂപ്പൺ ആ ഒരു ബോക്സിൽ നിക്ഷേപിക്കാൻ ഞാൻ മറന്നുപോയി. നാട്ടിലല്ലേ, പിന്നീട് വന്നിട്ട് അത് സൗകര്യം പോലെ നിക്ഷേപിക്കാന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നെ നിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉടനെ നമ്മുടെ യാത്രയൊക്കെ ആയി. അങ്ങനെ ആ പേപ്പർ അതിന് കിട്ടുന്നു. അത് നോക്കിയ സമയത്ത് അൻഫസ് 9544912191 എന്ന എൻ്റെ ആ ഒരു നമ്പർ അതിൽ കാണുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, എത്ര മനോഹരമായൊരു ദിവസം, ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു ദിവസം. ഒരു സാധനം നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെട്ട സാധനം ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ പോലും അറിയാതെ പല ആളുകൾ വഴി എൻ്റെ കൈകളിലേക്ക് എത്തുന്നു. അതിന് കാരണമായ ചില മനുഷ്യർ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ഓരോ മനുഷ്യരും, അവരാണ് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ ദിവസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഓരോ ദിവസത്തിലും ഓരോ അനുഗ്രഹങ്ങളും ഓരോ പ്രതീക്ഷയും ഓരോ സ്നേഹബന്ധങ്ങളും ജനിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ മനുഷ്യന്റെ ഉള്ളിൽ മിനിമം. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.